ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, മാസ്റ്റർ കാർഡായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് റീയൂണിയൻ എന്നുള്ള കാർഡ് തന്നെയാണ്. അതായത് ഈ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്നൊരു മാത്രയിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണുമായിട്ട് ഇപ്പോൾ നിങ്ങളൊരു ഡിസ്റ്റൻസിലോ നോ കോണ്ടാക്റ്റിലോ അതും അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ആവാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഈ വ്യക്തി നിങ്ങളെ വിട്ട് മറ്റേതോ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്ത് പോയിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ കാണിക്കുന്നത്. പക്ഷേ അവരിപ്പോൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്താണെന്നാൽ ഒരിക്കലും ഇനി അങ്ങനൊരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വേസ്റ്റായിട്ട് എടുത്തുള്ള ഒരു തീരുമാനമാണ് നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോവുക എന്നുള്ളത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സ്പേസ് അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് നിങ്ങളുമായിട്ട് ഈ സെപ്പറേഷനിൽ വന്നു, അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് അവർ മൂവ് ചെയ്തു. ആ ഒരു സാഹചര്യം അവരെ പാടെ മാറ്റിയിരിക്കുകയാണ്. ആ ഒരു മാറ്റം കാരണം അവരിപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് നിങ്ങളുടെ പ്രസൻസ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും തുറന്ന് പറയാനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പോകുന്നതിൽ അവരൊട്ടും തന്നെ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നുള്ള ചിന്ത മാത്രമാണ് അവർക്കുള്ളത്. ദി സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടുണ്ടാവുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ഡ്രെയിൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിൽ. അവർക്ക് ജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാനായിട്ട് പറ്റുന്നില്ല. അവരുടെ കരിയറിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, ഫാമിലിയിലായിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ അവർക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നേയില്ല. അവരാകെ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ കാരണം അവർ ഒരുപാട് പാഠങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ വിട്ടു പോയത് കൊണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒരു സോൾ കോൺട്രാക്റ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. കാരണം നിങ്ങളുമായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ആയതും നിങ്ങളെപ്പോലുള്ള അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ അത്രയും സിൻസിയറായിട്ട് പ്രണയിച്ചൊരു വ്യക്തി ഉപേക്ഷിച്ച് പോയത് കൊണ്ടുള്ള ആ ഒരു കർമ്മത്തിൻ്റെ ഫലം എത്രത്തോളം മോശമായിട്ടാണ് അനുഭവങ്ങൾ കൊണ്ടുവരിക എന്നുള്ള പാഠങ്ങളൊക്കെ അവരിതിനോടകം പഠിച്ചിരിക്കുകയാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലില്ലായിരുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ഒരു കണക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ അവരുടെ മനസ്സിലോ ജീവിതത്തിലോ നിങ്ങളില്ല, അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ നിങ്ങളില്ല, എങ്കിലും ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു എന്നവർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം അവർ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർ ചെയ്ത പാപങ്ങൾക്ക് അല്ലെങ്കിൽ തെറ്റുകൾക്കൊക്കെയും നിങ്ങളോട് അവർ മാപ്പ് പറയുന്നു, അവരുടെ തെറ്റുകളെല്ലാം ഏറ്റു പറയുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ കൊടുത്തൊരു സ്നേഹം എന്ന് പറയുന്നത് അതിന് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും അവർക്ക് ആവുന്നില്ല. കാരണം നിങ്ങളില്ലാതെ മറ്റൊരു സിറ്റുവേഷനിൽ ചെന്നപ്പോഴാണ് അവർ ശരിക്കും നിങ്ങളുടെ പ്രണയത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണോ ആ വ്യക്തിയെ കണ്ടിരുന്നത്, എങ്ങനെയാണോ അവരെ പ്രണയിച്ചിരുന്നത്, ആ ഒരു രീതിയിൽ അവരും ചേഞ്ച് ആവാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ, സത്യങ്ങൾ ഇനിയും നിങ്ങൾ അറിയാനുണ്ടെന്ന് അവർ പറഞ്ഞുവല്ലോ. അതെല്ലാം നിങ്ങളോടിപ്പോൾ റിവീൽ ചെയ്യണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും.
യെസ്, നിങ്ങളോട് ഇതുവരെയും അവരൊരുപാട് സത്യസന്ധമായിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പലതും അവർ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പലതും പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു അല്ലെങ്കിൽ കള്ളങ്ങളായിരുന്നു എന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ അവർക്ക് ഒരു ബാഡ് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അത്രയും അവർക്കൊരു ഗിൽറ്റ് ഫീലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് ഈ ഒരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യാനായിട്ട് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല. ശരിക്കും അവരാരാണ് എന്താണെന്നുള്ളത് നിങ്ങളോട് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പോലും ലൈഫിൽ ഉണ്ടാവുമായിരുന്നില്ല. അവർക്ക് തന്നെ അവർക്ക് സ്വയം ഒരു വാല്യൂ ഇല്ലാത്ത പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യണം. നിങ്ങൾ തന്നെയാണ് അവരെയും നിങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് അവർ പറയുന്നത്. നിങ്ങൾ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തു അല്ലെങ്കിൽ അവരിപ്പോൾ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തു, വേദനിപ്പിച്ചു, അപ്പോഴെല്ലാം നിങ്ങൾ അവരെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു, അവരുടെ പ്രണയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നിങ്ങളെ ഡീപ്പായിട്ട് വേദനിപ്പിച്ചൊരു പേഴ്സൺ ആയിരുന്നിട്ട് കൂടിയും ഇനിയും അവരെല്ലാം കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്നിരുന്നു എങ്കിൽ എന്ന് ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ തേർഡ് പാർട്ടി എനർജി ആയിട്ട് കാണിക്കുന്നത് മറ്റൊരു പേഴ്സണോ സാഹചര്യമോ ആണ്. ഈ വ്യക്തിക്ക് നിങ്ങളെ ഒന്നിച്ചു ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ കാരണം അല്ലെങ്കിൽ ചില അവരുടെ തെറ്റായ തീരുമാനങ്ങൾ കാരണമൊക്കെ നിങ്ങളെ വിട്ടുപിരിയേണ്ടതായിട്ട് അവർക്ക് ഉണ്ടായി എന്നുള്ളത് അവരോട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾ എന്താണോ അവരിൽ നിന്ന് ആഗ്രഹിച്ചത്, അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത്, അതെല്ലാം നൽകാനായിട്ട് അവർ പരാജയപ്പെട്ടു പോയി എന്നാണ് അവരിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഒരു മിസ്സിങ് പീസായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇപ്പോഴും അവർക്ക് ഒരു കംപ്ലീഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പാർട്ട് അവർക്ക് നഷ്ടപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു, ആ റിലേഷൻഷിപ്പ് എത്രത്തോളം വർത്തി ആയിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവർക്കും നിങ്ങൾക്കും ഇടയിലുണ്ടായിരുന്ന സന്തോഷകരമായിട്ടുള്ള ആ മൊമെൻറ്റ്സുകളൊക്കെ റിപ്പീറ്റായിട്ട് അവർ ഓർത്തെടുക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ അവർക്ക് ശരിക്കും മിസ്സാവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇതൊരിക്കലും സംഭവിക്കരുതായിരുന്നു എന്ന് ഓർത്തവർ റിഗ്രറ്റ് ആവുന്നത്. അവർക്ക് അവരുടെ തെറ്റുകൾ തന്നെയാണ് നിങ്ങളെ വിട്ട് പിരിയേണ്ടി വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്റ്റൻസിലാവേണ്ടി വന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. ഒരു തീരുമാനം എടുക്കാണ്ട് നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നത് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാതെ നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആയിട്ടിരുന്നത് നിങ്ങളെ എത്രത്തോളമാണ് വേദനിപ്പിച്ചത് അല്ലെങ്കിൽ എത്രത്തോളമാണ് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നിപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതിനെ ഓർത്ത് അവരൊരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇത് എല്ലാവർക്കും ഒരുപോലെ ഒന്നും കറക്റ്റ് ആവില്ല. ജനറൽ റീഡിംഗ് ആണ്. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.